ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സെപ്റ്റംബർ 1 ഇന്നു മുതൽ നമ്മൾ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്നു മുതൽ നടത്തേണ്ട പ്രാർത്ഥനകളും നോമ്പ് നോൽക്കലും എല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ഈ പങ്കുവയ്ക്കൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഈ വർഷം പരിശുദ്ധ അമ്മയുടെ ജനനത്തിൻ്റെ ഓർമ്മകൾ അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് ഈശോയും മാതാവും നേരിട്ട് വന്ന് വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ ചരിത്രമാണ് തുടങ്ങുന്നത്. ആദ്യം സിസ്റ്റർ മരിയയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളും അതിനുശേഷം അതാത് ദിവസം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചുരുക്കമായും ഞാനിതിൽ പങ്കുവയ്ക്കാൻ പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവ് കന്യകാമറിയത്തിൻ്റെ ഈ ബർത്ത്ഡേ എന്തിനാ ഇത്രയ്ക്കാഘോഷമായിട്ട് നമ്മൾ ഒരുങ്ങി കൊണ്ടാടുന്നത്? ഇത് ദൈവമൊന്നുമല്ലല്ലോ. ദൈവത്തിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചാൽ പോരെ? എന്തുകൊണ്ടാണ് ഈ മാതാവിന് ഇത്ര പ്രത്യേകത കൊടുക്കുന്നത്? നമുക്കിതിൻ്റെ എല്ലാം ഉത്തരം ഈ പങ്കുവയ്ക്കലുകളിലൂടെ ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയായുടെ ചരിത്രം ആദ്യമൊന്ന് പരിശോധിക്കാം. 17-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഒരു അത്ഭുത ഗ്രന്ഥമാണ് ദി മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ്. ഈ പുസ്തകം എഴുതിയതോ അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മരിയ. അവളുടെ ജീവിതമോ അതിനേക്കാളേറെ അത്ഭുതകരവും ചർച്ചാ വിഷയവുമായിരുന്നു. എന്താണെന്നോ ഈ വാഴ്ത്തപ്പെട്ട മരിയയുടെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം? 1621 മുതൽ യുഎസിലെ ടെക്സസ്, ന്യൂ മെക്സിക്കോ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന സ്പാനിഷ് മിഷണറിമാർ കുരിശുമായിട്ട് അവരെ സ്വീകരിക്കാനെത്തിയ ആദിവാസികളെയാണ് അവിടെ കാണുന്നത്. അതായത് 1621 കൊല്ലം നമ്മൾ ശ്രദ്ധിക്കണം. അന്ന് ഈ യുഎസിലെ ടെക്സസിൽ വന്ന സ്പാനിഷ് മിഷണറിമാർ വരുമ്പോൾ നമുക്കറിയാലോ, 400 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ ആദിവാസികളാണ്, കാടും പടലുമൊക്കെ ആയിരിക്കും അന്ന്. ഈ ആദിവാസികൾ ഇവരെ സ്വീകരിക്കാൻ വന്നതോ കുരിശുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ പ്രദേശങ്ങളിൽ അതുവരെയും യൂറോപ്യന്മാരായ മിഷണറിമാരോ മറ്റാളുകളോ എത്തിച്ചേർന്നിട്ടില്ല. ഒരു ബന്ധവും പരസ്പര ബന്ധമില്ലാതെ ഭാഷകൾ വരെ അറിയാത്ത ഈ ആദിവാസി സമൂഹങ്ങൾ കത്തോലിക്ക ആരാധനാക്രമം, പ്രാർത്ഥനകൾ എല്ലാം ഇവരുടെ ഗോത്രഭാഷയിൽ അവർക്കിടയിൽ അവർ അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് ഈ സ്പാനിഷ് മിഷണറിമാർ അറിഞ്ഞ് അത്ഭുത പരതന്ത്രരായി. എങ്ങനെയാണ് ഈ ആദിവാസികൾക്ക് ഈ വിശ്വാസമൊക്കെ കിട്ടിയത്? അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചത്? ആരാണ് നിങ്ങളിതെല്ലാം പഠിപ്പിച്ചത്? അങ്ങനെ ചോദിച്ചപ്പോൾ പലയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഗോത്രങ്ങൾ ഒരേ ഉത്തരം നൽകി, നീലക്കുപ്പായം ധരിച്ചെത്തുന്ന ഒരു സ്ത്രീയാണ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചത്. ആകാശത്തു നിന്നും മേഘങ്ങൾക്കിടയിലൂടെ ഇറങ്ങി വരുന്ന നീലവസ്ത്രധാരിണിയായ ഒരു സ്ത്രീ അനേക വർഷങ്ങളായി അവരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പുതിയ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല, വെളുത്ത വർഗ്ഗക്കാരായ മനുഷ്യർ പിൽക്കാലത്ത് അവിടെ എത്തുമ്പോൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കണമെന്നും അവർ വിശ്വാസത്തിൽ വളരാൻ നിങ്ങളെ സഹായിക്കുമെന്നും പഠിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഈ അത്ഭുത വാർത്ത കേട്ടപ്പോൾ ഇന്നത്തെ US സ്റ്റേറ്റുകളായിട്ടുള്ള ടെക്സസ്, ന്യൂ മെക്സിക്കോ, കാലിഫോർണിയ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ന്യൂ സ്പെയിനിൻ്റെ കസ്റ്റോഡിയൻ ആയിരുന്ന ഫാദർ അലോൺസോ ദെ ബെനവിറ്റ്സ് ഈ വിചിത്രമായ വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് കണ്ടെത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ
അവർ നോക്കി ആലോചിച്ചപ്പോൾ അന്നത്തെ ദരിദ്ര ക്ലാര സഹോദരിമാർ, ഓർഡർ ഓഫ് പുവർ ക്ലേഴ്സ്, അവരുടെ സമൂഹത്തിലത്തെ കന്യാസ്ത്രീകളാണ് ഈ നീലക്കുപ്പായം അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. റെഡ് ഇന്ത്യൻ വംശജരെ സന്ദർശിച്ചു എന്ന് പറയുന്ന ഈ അത്ഭുത വനിത നീലവസ്ത്രമാണല്ലോ ധരിച്ചേക്കണേ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഈ ദരിദ്ര ക്ലാര സന്യാസിനിയുടെ ചിത്രം, ഒരു സന്യാസിനിയുടെ ചിത്രം എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, ഇതാണോ നിങ്ങൾ പറയുന്ന നീലക്കുപ്പായം ധരിച്ച സ്ത്രീ? അവർ ഒരുപോലെ പ്രതിവചിച്ചു, അല്ലല്ല, ഈ സ്ത്രീയല്ല ഞങ്ങളെ സന്ദർശിച്ചത്, പക്ഷേ കുപ്പായം ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾ കാണുന്ന ചിത്രത്തിൽ ഞങ്ങൾ കാണുന്ന സ്ത്രീ ചെറുപ്പക്കാരിയാണ്, അതീവ സൗന്ദര്യമുള്ളവളുമാണ്. പക്ഷേ ഈ ഫോട്ടോയിലെ ചിത്രം തടിച്ചതും പ്രായം കൂടിയവളുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഫാദർ ബെനവിസ് തൻ്റെ അന്വേഷണം തുടർന്നു. എന്നിട്ട് ഓർത്തു, ആദിവാസികൾ പറയുന്നത് സത്യമാണെങ്കിൽ നീലക്കുപ്പായം ധരിച്ച സ്ത്രീ ഒരു പുവർ ക്ലയർ സന്യാസിനിയാണ്. പക്ഷേ ഈ ദരിദ്ര ക്ലാര സന്യാസിനികൾ ആവൃത്തിക്കുള്ളിൽ തന്നെ ജീവിക്കുന്നവരാണ്, ക്ലോയിസ്റ്റേഡ് സിസ്റ്റേഴ്സാണ്, അതായത് മിണ്ടാവൃതം. അവർ ആവൃത്തി വിട്ട് പുറത്തിറങ്ങാത്ത സന്യാസികളാണ്. അപ്പോൾ എങ്ങനെയാണ് അവരിവിടെ എത്തുക? സന്യാസവ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുതൽ പിന്നെ മരിച്ച് മൃതസംസ്കാരത്തിനായിട്ടാണ് പുറത്തിറക്കുക ഇവിടെ. അതുവരെ അവർ കോൺവെൻറ്റ് വിട്ട് പുറത്തിറങ്ങാറില്ല. ഇനിയിപ്പോൾ അവർ ഓർത്തു, ഒരു ദരിദ്ര ക്ലാര സഹോദരി ഏതെങ്കിലും വിധത്തിൽ ന്യൂ സ്പെയിനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുമോ? അപ്പോഴും അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. കാരണം അങ്ങനെ വന്നാൽ പോലും ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ റെഡ് ഇന്ത്യൻ സമൂഹങ്ങളിൽ കാടുകളും പുഴകളും കടന്ന് അവരെങ്ങനെയാണ് യാത്ര ചെയ്ത് എത്തുക? എങ്ങനെയാണ് ഈ ആദിവാസികളെ വ്യത്യസ്ത ഭാഷകൾ മനസ്സിലാക്കുക? യൂറോപ്പിൽ നിന്നും ആരും അറിയാതെ എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീ ഇതുവരെ ആരും കടന്നു ചെന്നിട്ടില്ലാത്ത ഈ മലമ്പ്രദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുക? അങ്ങനെ ഭയങ്കര ചിന്തകളായി ഫാദറിന്. അപ്പോൾ അദ്ദേഹം സ്പെയിനിലെ സഹവൈദികർക്കൊരു കത്തെഴുതി. പ്രിയ സഹോദര വൈദികരെ, വിചിത്രമായൊരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ദരിദ്ര ക്ലാര സമൂഹത്തിലെ ഒരു കന്യാസ്ത്രീ ഈ പ്രദേശങ്ങളിൽ അലഞ്ഞു നടന്ന് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പരസ്പരം ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ റെഡ് ഇന്ത്യൻ ഗോത്ര സമൂഹങ്ങളിലെ വ്യത്യസ്തമായ ഭാഷകൾ ആ സ്ത്രീക്കറിയാം. ആദിവാസികൾക്ക് അവരുടെ മാതൃഭാഷയിൽ തന്നെയാണ് ആ കന്യാസ്ത്രീ വിശ്വാസ പരിശീലനം നടത്തുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ സ്പെയിനിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ എന്ന്. അങ്ങനെ സ്പെയിനിൽ ഇത് മുഴുവൻ ചർച്ചയായി, അന്വേഷണങ്ങളും ആരംഭിച്ചു. അങ്ങനെ അഗ്രേദായിലെ ദരിദ്ര ക്ലേര സഹോദരിമാരുടെ മഠത്തിലും ഒരാളെത്തി ഇത് അന്വേഷിച്ചു. എന്നിട്ട് ചോദിച്ചു, ന്യൂ സ്പെയിനിൽ ആദിവാസികളോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? മദർ സുപ്പീരിയറായ സിസ്റ്റർ മരിയ ഉത്തരം പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ സിസ്റ്റർ എന്ന്. വന്ന ആൾ സംശയത്തോട് ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും മദർ? നിങ്ങൾ ഇതുവരെയും ഈ കോൺവെൻറ്റിൻ്റെ മതിൽക്കെട്ടിന് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. സിസ്റ്റർ പറഞ്ഞു, ശരിയാണ്, ശരീരം കൊണ്ട് ഞാൻ പുറത്ത് പോയിട്ടില്ല, എന്നാൽ ആത്മാവിൽ ഞാൻ വിദൂര ദേശങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. വിശ്വസിക്കാമോ? നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ? 1621 മുതൽ 1631 വരെ സിസ്റ്റർ മരിയ മിക്കപ്പോഴും പ്രാർത്ഥനാവേളകളിൽ ആത്മാവിൽ ലയിച്ചു പോകാറുണ്ടായിരുന്നത്രേ. ഈ സമയത്തുണ്ടാകുന്ന വിചിത്രമായ സ്വപ്നം പോലെയുള്ള അനുഭവങ്ങൾ അവർ സമൂഹത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. വിദൂരമായ ദേശങ്ങളിലെ വിചിത്രമായ ഭാഷയിൽ സംസാരിക്കുന്ന അപരിഷ്കൃതരായ മനുഷ്യരുടെ അടുത്തേക്ക് ആത്മാവിൽ അവർ സംവഹിക്കപ്പെടുന്നുണ്ടുവെന്നും അവരോട് താൻ സുവിശേഷം പങ്കുവയ്ക്കാറുണ്ടെന്നും സിസ്റ്റർ പറയുന്നത് സമൂഹത്തിന് മുഴുവൻ അറിവുള്ള കാര്യമാണ്. പ്രാർത്ഥനാവേളകളിൽ ഈ സിസ്റ്റർ ആത്മാവിൽ പോകുമത്രേ. എന്നിട്ട് അപരിഷ്കൃതരായ മനുഷ്യരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് എന്ന് സിസ്റ്ററിൻ്റെ സഹോദരിമാരോട് പറയുന്നുണ്ട്. ഫാദർ അലാൻസോ ബെനവിഡ്സിന് ഈ വൈദികർ എഴുത്തെഴുതി.
പറഞ്ഞു, താങ്കൾ പറയുന്ന പോലെയുള്ളൊരു കന്യാസ്ത്രീ അഗ്രതയിലുണ്ട്, നേരിട്ട് വന്ന് മനസ്സിലാക്കുക എന്ന്. അങ്ങനെ ഈ ഫാദർ സ്പെയിനിൽ നിന്നും അഗ്രതയിലെത്തി ഈ സിസ്റ്ററുമായി സംസാരിച്ചു. ഈ സിസ്റ്റർ പറഞ്ഞു, താൻ സുവിശേഷം പ്രസംഗിച്ച ഗോത്രങ്ങളുടെ പ്രത്യേക വസ്ത്രദാന രീതികൾ, ആചാരങ്ങൾ, ഗോത്രങ്ങളുടെ പേരുകൾ, അവരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ, ചില പ്രത്യേക സ്ഥലങ്ങളുടെ വിവരങ്ങൾ, ഇതെല്ലാം വിശദമായിട്ട് ഈ ഫാദറിന് നൽകി. അദ്ദേഹം തിരിച്ച് ന്യൂ മെക്സിക്കോയിലെത്തി. സിസ്റ്റർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പിച്ചു. 1619 സന്യാസവ്രതം സ്വീകരിച്ചതിന് ശേഷം ഈ സിസ്റ്റർ അഗ്രതയ്ക്ക് പുറത്തു പോയിട്ടില്ല. എന്നാൽ സിസ്റ്റർ തന്നെയാണ് ആകാശമേഘങ്ങളിലൂടെ ഇറങ്ങി വന്ന നീലവസ്ത്രധാരിണിയായ സ്ത്രീ എന്ന് വ്യക്തമായി. ഒരേ സമയത്ത് രണ്ടിടത്ത് കാണപ്പെടുന്ന ഈ പ്രതിഭാസത്തിനാണ് ബൈലൊക്കേഷൻ എന്ന് പറയുന്നത്. കുറേ വിശുദ്ധർക്ക് ഇങ്ങനെയുള്ള ഒരു അത്ഭുത കഴിവുണ്ട്. വിശുദ്ധ ജെറാർഡ് മജല്ല, ജോസഫ് കുപ്പർത്തിനോ, പെദ്രോ പിയോ, വിശുദ്ധ ആൻ്റണി, ഇവരൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളവരാണ്. ഈ വിവരം സ്പെയിനിലെ ഫിലിപ്പ് 4 രാജാവിനും ഊർബൻ 7 പാപ്പയ്ക്കും ഒക്കെ റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട്. ടെക്സസിൻ്റെ ചരിത്രത്തിലും ഈ നീലവസ്ത്രധാരിണിയായ സ്ത്രീ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ഈ സിസ്റ്റർ മരിയ വിദൂരദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ 1637 മുതൽ 45 വരെയുള്ള കാലയളവിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നേരിട്ട് പറഞ്ഞുകൊടുത്ത സംഭവങ്ങളും ദർശനങ്ങളുമാണ് ദി മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡിൻ്റെ ഉള്ളടക്കം. പ്രിയ കൂട്ടുകാരെ, മാതാവ് വന്ന് നേരിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. 1665 മരിച്ച അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയായുടെ ശരീരം 350 വർഷങ്ങൾക്ക് ശേഷവും ഒട്ടും ഒഴുകാതെ ജീവനുള്ളതുപോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സിസ്റ്റർക്ക് മാതാവ് നേരിട്ട് വന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇന്നു മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് സിസ്റ്റർ അഗ്രതയെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. ഇതിന് ശേഷം നമ്മൾ 1-ാം ദിവസത്തെ പ്രാർത്ഥനകൾ രാവിലെ 3 മണിക്ക് ചൊല്ലേണ്ടത് 6 മണി, 9 മണി, 12 മണി, ഉച്ചതിരിഞ്ഞ് 3 മണി, 6 മണി, 9 മണി, ഇങ്ങനെ 7 സമയത്തെ പ്രാർത്ഥനകൾ ഇതിന് ശേഷം നമ്മൾ വായിക്കും. നിങ്ങൾക്ക് ഇത് ഒന്ന് ചേർന്ന് വായിക്കുകയോ അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്കത് കേൾക്കുകയോ ചെയ്യാം. മാതാവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒപ്പം നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ് 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ പറ്റാവുന്ന അത്രയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന ജപം ചൊല്ലി എണ്ണി അമ്മയ്ക്ക് പുഷ്പമാലയായിട്ട് സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന. അമ്മ പറയുന്നുണ്ട്, ഓരോ പൂർണ്ണ ജപമാല ചൊല്ലുമ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി റോസാപ്പൂക്കളുടെ ഒരു കിരീടമാണ് ഉണ്ടാക്കി തരുന്നത് എന്ന്. അതുപോലെ ഈശോ സഭാംഗമായിരുന്ന പ്രസിദ്ധനായ ബ്രദർ അൽഫോൺസസ് റോഡിഗ്രോസ് വളരെ ഭക്തിയോടുകൂടെ ജപമാല ചൊല്ലുമ്പോൾ ഉണ്ടായ കാര്യം നമ്മൾ മറന്നിട്ടില്ലല്ലോ. ജപമാലയിലെ ഓരോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഒരു ചുവന്ന റോസാപ്പൂവും, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വെളുത്ത റോസാപ്പൂവും തൻ്റെ വായിൽ നിന്ന് നിർഗമിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജപമാല പ്രാർത്ഥന ചൊല്ലാം. പ്രത്യേകമായി 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ, 1 മുതൽ 8 വരെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി എണ്ണം വെച്ച് നമുക്ക് വലിയൊരു മാല സമർപ്പിക്കാം. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഒട്ടും വിഷമിക്കേണ്ട. ഇത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം വചനമാണ് ഏറ്റുപറയുന്നത്. അതിൽ പറയുന്നത് ഈശോയുടെ അവതാരമാണ്. അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്.
ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോഴും ഒരു വെളുത്ത റോസാപ്പൂവ് അമ്മയുടെ കഴുത്തിൽ വന്നു വീഴും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായും പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബവൃക്ഷത്തിൻ്റെ പരിഹാരമായും ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയും സകല സമർപ്പിത മക്കളെ ഓർത്തും നമുക്ക് ഈ വചനം ഏറ്റുപറയാം. അപ്പോൾ സാധാരണ സഭയിലെ ആ പ്രാർത്ഥനകളോടൊപ്പം ഈ ദിവസങ്ങളിൽ 8 ദിവസവും നമ്മൾ പരിശുദ്ധ അമ്മയെ ഓർത്ത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ പ്രാർത്ഥന നമുക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഓരോ പ്രാവശ്യം ഉരുവിടുമ്പോഴും ഈശോ എന്ന നാമമുണ്ട്. ഒരു തവണ നമ്മൾ ഈശോ എന്ന് ഭക്തിപൂർവ്വം ഏറ്റുപറഞ്ഞാൽ എത്ര ദിവസത്തെ ദണ്ഡവിമോചനമാണ് നമുക്ക് കിട്ടുക. അതുപോലെ നന്മ നിറഞ്ഞ മറിയമേ എന്നത് ദൈവവചനമായതുകൊണ്ട് വചനം ഏറ്റു ചൊല്ലുമ്പോൾ നമുക്ക് എത്ര ദണ്ഡവിമോചനം കിട്ടും. അതെല്ലാം നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലാം. ഈ സഭയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം. പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ചും അമ്മയുടെ ജീവിതത്തെക്കുറിച്ചും അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് കൊടുത്ത ഓരോ വെളിപ്പെടുത്തലുകളും നമുക്ക് കേൾക്കാം. ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ശുദ്ധിയുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാം. ഹൃദയത്തിനെയും മനസ്സിനെയും വിശുദ്ധിയുള്ളതാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞാത്മാവിനോട് പറഞ്ഞതുപോലെ, ഓ കന്യകയെ, എന്നെ വിശുദ്ധിയും മാധുര്യമുള്ളവളുമാക്കി സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, സ്ത്രീകൾ ഉച്ചവരെ ദേവാലയത്തിൽ ഭജനയിരുന്ന് സങ്കീർത്തനങ്ങളും അനുതാപ കീർത്തനങ്ങളും സ്തുതിഗീതനങ്ങളും പാടിയിരുന്നു എന്നാണല്ലോ നമ്മൾ കണ്ടത്. രാജാക്കന്മാരുടെ പിടിയിൽ നിന്നും കന്യകകളായ സ്ത്രീകൾ രക്ഷപ്പെടാൻ വേണ്ടി അവർ ഉച്ചവരെ ദേവാലയത്തിൽ ഭജനയിരുന്ന് പ്രാർത്ഥിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഉച്ചവരെ മധ്യാഹ്ന പ്രാർത്ഥന വരെയുള്ള പ്രാർത്ഥനകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. രാവിലെ 3 മണി മുതൽ ഇത് തുടങ്ങണം. 3 മണിക്ക് 3 മണിയുടെ പ്രാർത്ഥനകൾ ചൊല്ലാം. അപ്പോൾ ഇത് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കേട്ട് പ്രാർത്ഥിക്കാം. അത് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യണം. പിന്നെ 6 മണിക്ക് വീണ്ടും തുടങ്ങണം. അതുപോലെ 9 മണി, 12 മണി. ഇതാണ് സ്ത്രീകൾ ഭജനയിരുന്ന് പുസ്തകം നോക്കി സങ്കീർത്തനങ്ങളും മറ്റും ആലപിച്ച് ദേവാലയത്തിൽ ഉച്ചവരെ കഴിഞ്ഞുകൂടിയിരുന്നത്. അതിനുശേഷം ഒരു കഞ്ഞി ഊട്ട് പോലെ എല്ലാ ദിവസവും കഞ്ഞി വിതരണം ചെയ്യുമായിരുന്നു പണ്ട് ദേവാലയങ്ങളിൽ. അങ്ങനെ എല്ലാ ദിവസവും ഈ 7 ദിവസവും ഭജനയിരുന്ന് ഉച്ചവരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് നമ്മളിപ്പോൾ ഇവിടെ ചൊല്ലിയത്. അത് സൗകര്യം പോലെ 3 മണിക്ക് ചെല്ലുന്നവർ വളരെ തീക്ഷ്ണമായിട്ട് ഈ ബർത്ത്ഡേക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ രാവിലെ 3 മണിക്ക് ഈ പ്രാർത്ഥനകൾ, പിന്നെ 6 മണിക്ക്, 9 മണിക്ക്, 12 മണിക്ക് ഇത് നോക്കി ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ ഉച്ച സമയം പോകുന്നത് അറിയില്ല. അതുവരെ പ്രാർത്ഥിക്കാനും പാടാനുമുള്ള സഭയുടെ പ്രാർത്ഥനകളാണ് ഇത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകാൻ ഈ 7 ദിവസം സഹനമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ 3 മണി മുതൽ ഇത് ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ വലിയ സഹനം. അതുതന്നെയാണ് ബർത്ത്ഡേക്കുള്ള ഒരുക്കം. ഇത് നമ്മുടെ പാപമോചനത്തിനായിട്ടും പാപപരിഹാരമായും നമുക്ക് കാഴ്ചവെക്കാം. മാത്രമല്ല, നമ്മൾ ഇന്നലെ കണ്ടല്ലോ, സുഖപ്രസവം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് സ്ത്രീകളുടേതായ അസുഖങ്ങൾ, അങ്ങനെ എല്ലാതും പ്രത്യേകമായി നിയോഗം വെച്ച് ഗർഭിണികളുള്ള മക്കൾക്ക് വേണ്ടിയോ ഗർഭിണികൾ സ്വയമോ ഇത് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. മാതാവിൽ നിന്നും ഈ 8-ാം തീയതി അനുഗ്രഹം വാങ്ങണമെങ്കിൽ നമ്മൾ സഹനം ഏറ്റെടുക്കുക തന്നെ വേണം. വെറുതെ ഒരു പ്രാർത്ഥന ചൊല്ലിപ്പോകുന്ന എളുപ്പമില്ല ഈ പ്രാർത്ഥനകൾക്ക്. ഇത് റെക്കോർഡ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പല പേജുകളിൽ നിന്നും മാറി മാറി ഈ പ്രാർത്ഥനകൾ ചൊല്ലി. ഇനി ഉച്ചതിരിഞ്ഞ് 3 മണിക്കുണ്ട്, 6 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്. നമ്മൾ ആ പ്രാർത്ഥനകളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഉച്ചവരെ സ്ത്രീകൾ
ദേവാലയത്തിൽ ഭജനയിരുന്ന് പ്രാർത്ഥിച്ചു. നമ്മളും ഈ ദിവസങ്ങളിൽ ഉച്ചവരെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉദ്ദേശം. അതിനുശേഷം നമ്മൾ വചനമാകുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം എണ്ണിച്ചൊല്ലി അമ്മയ്ക്ക് ഒരു വലിയ പുഷ്പാഹാരമായിട്ട് ബർത്ത്ഡേ സമ്മാനമായിട്ട് നമുക്ക് നൽകാം. നമുക്ക് ഈ പ്രാർത്ഥനകൾ കേൾക്കാം. ഇന്ന് 1-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതി നമ്മൾ രാവിലെ മുതൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളും അതിൻ്റെ ബൈബിൾ കോട്ടിങ്സുമാണ് പറയാൻ പോകുന്നത്. 1-ാം തീയതി രാവിലെ 3 മണിക്ക് കാല ദശ്ഹറ വെളുപ്പാൻകാല ജപം. സങ്കീർത്തനം 87 അല്ലെങ്കിൽ സങ്കീർത്തനം 43 അതാണ് വായിക്കേണ്ടത്. രാവിലെ 3 മണിയുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ. ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ. ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിൻ്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ. ബാവായും പുത്രനും റുഹാദുപദാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ. സങ്കീർത്തനം 87. സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ്. വിശുദ്ധഗിരിയിലാണത് സ്ഥാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ്. വിശുദ്ധഗിരിയിലാണത് സ്ഥാപിച്ചിരിക്കുന്നത്. യാക്കോബിൻ്റെ കൂടാരങ്ങളേക്കാൾ അത് മനോഹരമാകുന്നു. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. എൻ്റെ പരിചിതരായ റാഹാബിനെയും ബാബേലിനെയും ഞാൻ അനുസ്മരിക്കും. പ്ലസദ്സോർ കൂശായ നിവാസികൾ പറയുന്നു, ഇതാ ഇവൻ അവിടെ ജാതനായി. സെഹിയോനെപ്പറ്റി പറയപ്പെടും, ധീരനായവൻ അവിടെ ജനിച്ചിരിക്കുന്നു. അവനാണ് അവളെ സ്ഥാപിച്ചത്. കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള പുസ്തകത്തിൽ ഇവൻ അവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും. നിന്നിൽ നിവസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും. ബാവായ്ക്കും പുത്രനും റുഹാദുപദാശയ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തെസ്ബഹ്ത സ്തുതിഗീതം. നാരീമണി നീ ലോകത്തിൽ പാരമൊരത്ഭുതമാണെന്നും നിഖിലേശൻ തൻ മാതാവേ സ്വസ്തി കൃപയുടെ നിറകുടമേ. സകല ചരാചര സൃഷ്ടിക്കും സംരക്ഷകനാം അഖിലേശൻ നിന്നിൽ നിന്നു ജനിക്കുകയാൽ സ്വസ്തി കൃപയുടെ നിറകുടമേ. നിത്യപിതാവിൻ പ്രിയസുതനാം വചനത്തിനു പരമീ മന്നിൽ വാസം നൽകിയ മാതാവേ സ്വസ്തി കൃപയുടെ നിറകുടമേ. ജീവനും അനുപമ ഭാഗ്യത്തിൻ പ്രത്യാശയ്ക്കും ലോകത്തിൽ ജന്മം നൽകിയ മാതാവേ സ്വസ്തി കൃപയുടെ നിറകുടമേ. വിയതി വിളങ്ങും പകലോനെ നിഷ്പ്രഭമാക്കുമൊരർക്കനു നീ ഉദയം നൽകുകയാലമ്മേ സ്വസ്തി കൃപയുടെ നിറകുടമേ. നിവ്യന്മാരുടെ വചനങ്ങൾ നിഖിലം ചെന്നു നിലച്ചിടും തുറമുഖമെന്നും നീ തന്നെ സ്വസ്തി കൃപയുടെ നിറകുടമേ. വിണ്ണിൽ നിന്നു പതിച്ചോരാ വെൺമഞ്ഞുള്ളിലുറഞ്ഞിടും നീയൊരു നീരുറവാണമ്മേ സ്വസ്തി കൃപയുടെ നിറകുടമേ. ബാവായ്ക്കും തന്നാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. കാറോസൂസ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ
കർത്താവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം. മാരനശ്രാഹമലയിൻ കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. ദൈവദൂതനിൽ നിന്നും മംഗലവാർത്ത ശ്രവിച്ചതോടെ മറിയത്തിൻ്റെ ശരീരത്തിലെന്ന പോലെ ഹൃദയത്തിലും ദൈവവചനം വസിക്കാനിടയാക്കിയ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. ആദത്തിൻ്റെ പുത്രിയെ ആദത്തിൻ്റെ രക്ഷകൻ്റെ മാതൃപദം നൽകി അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ മിശിഹായെ, നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. രാവിലെ 3 മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു. രാവിലെ 6 മണിക്ക് ചൊല്ലേണ്ടത് സപ്ര പ്രഭാത പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം നിന്നെ സ്തുതിച്ചാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ നീ അവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിൻ്റെയും ഞങ്ങളുടെയും അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവേ, ബാവായും പുത്രനും റുഹാദുപദാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഓനിസാദ് സപ്ര. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. തന്നിൽ നിന്നു പരം രൂപം നേടിയവൾ ഹാവ എന്നാലും തൻ്റെ അകൃത്യം ഹാവായിൽ ആരോപിച്ചാനാദി നരൻ. ഇതിനൊരു ശാശ്വത പരിഹാരം മറിയം വഴി നാം നേടുകയാൽ അവളെന്നും ധരതന്നഭിമാനം. ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മംഗലവാർത്തയുമായി മറിയത്തിനരികിൽ ദൂതൻ വന്നെത്തി. എളിയവളവളൊരു നിമിഷം കൊണ്ടഖിലേശൻ തൻ മാതാവായി. നരകുലരക്ഷകനീശൻ തൻ ദാസിയമതുപോൽ ജനനിയുമായി അവളെന്നും ധരതന്നഭിമാനം. ബാവായ്ക്കും പുത്രനും റുഹാദുപദാശിക്കും സ്തുതി. സ്നേഹസ്വരൂപൻ തൻ മാതൃപദം ചൂടി മറിയം ലോകത്തിൽ മാനവരവളിൽ ദൈവവരം കാണാതവളെ നിന്ദിച്ചു. എന്നാൽ അവളുടെ തനയനിലൻ ആനന്ദം പുണ്ടാതി നരൻ. അവളെന്നും ധരതന്നഭിമാനം. തെസ് ബഹുത്ത സ്തുതിഗീതം. കന്യാമറിയമേ, കനിവെഴുമമ്മേ, നിൻ തിരുസുതനോട് പ്രാർത്ഥിക്കണമേ. പാവന കന്യേ, ജന്മദിനത്തിൽ ധാർമ്മികരെന്നും വാഴ്ത്തും നിന്നെ. പാരിതിലെങ്ങും കോരിച്ചൊരിയൂ വരദാനങ്ങൾ അൻപെഴുമമ്മേ. നന്മ നിറഞ്ഞൊരു നാഥൻ അമ്മ കേഴും സുതരെ കൈവെടിയില്ല. ബാവായ്ക്കും തിരുസുതനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെയും ഞങ്ങളുടെയും അമ്മയും പരിശുദ്ധ കന്യകയുമായ മാർത്തുമറിയത്തിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥപേക്ഷകളും നിരന്തരം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. രാവിലെ 6 മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു. രാവിലെ 9 മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥന ഖുത്ത 3-ാം മണി ജപം.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. നിന്റെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ ശ്രാപ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികളോട് ഒന്നിപ്പിച്ച നിന്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശൂറായ പ്രകീർത്തനം. സങ്കീർത്തനം 150. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രാഭവമേറിയ ആകാശപ്പരപ്പിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രാഭവമേറിയ ആകാശപ്പരപ്പിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. തൻ്റെ ശക്തിപ്രഭാവത്തിൽ അവനെ സ്തുതിക്കുവിൻ. ഉന്നത മഹിമാവിനെ കുറിച്ച് അവനെ സ്തുതിക്കുവിൻ. കാഹളനാദത്താൽ അവനെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും അവനെ സ്തുതിക്കുവിൻ. ഇമ്പമുള്ള തന്ത്രികളാൽ അവനെ സ്തുതിക്കുവിൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിക്കുവിൻ. ആരവത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിക്കുവിൻ. ജീവജാലങ്ങളെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. അവരുടെ രാജാക്കന്മാരെ വിലങ്ങുകളാലും പ്രധാനികളെ ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന വിധി നടത്തുകയും ചെയ്യട്ടെ. അവൻ്റെ നീതിമാന്മാർക്ക് സ്തുതി. ബാവായ്ക്കും പുത്രനും റുഹാദുകുദാശയ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായെ, നിന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാമറിയത്തെ പാപക്കറയേശാതെ നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടൊത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു. ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ. തെസ്ബഹത്ത സ്തുതിഗീതം. കന്യാമറിയം കനിവെഴുമമ്മേ, നിൻ തിരുസുതനോട് പ്രാർത്ഥിക്കണമേ. പാവന കന്യേ, ജന്മദിനത്തിൽ ധാർമ്മികരെന്നും വാഴ്ത്തും നിന്നെ. പാരിതിലെങ്ങും കോരിച്ചൊരിയു വരദാനങ്ങൾ അൻപെഴുമമ്മേ. നന്മ നിറഞ്ഞൊരു നാഥൻ അമ്മ, കേഴും സുതരെ കൈവെടിയില്ല. ബാവായ്ക്കും തിരുസുതനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. രാവിലെ 9 മണിയുടെ പ്രാർത്ഥനകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് ചൊല്ലേണ്ടത് എന്താന മധ്യാഹ്ന പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ജപം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിപ്പിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമരുളുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ. സങ്കീർത്തനമാല. സങ്കീർത്തനം 85, 86. കർത്താവേ, നിന്റെ ദേശത്തെ നീ കടാക്ഷിച്ചു. യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, നിന്റെ ദേശത്തെ നീ കടാക്ഷിച്ചു. യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു. ജനത്തിൻ്റെ ദുഷ്ടത നീ ക്ഷമിച്ചു. അവരുടെ പാപങ്ങളെല്ലാം പൊറുത്തു. കോപമെല്ലാം നീ ദൂരെയകറ്റി. നിന്റെ ഉഗ്രകോപം പിൻവലിച്ചു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. നിന്റെ രോഷം പരിത്യജിക്കണമേ. എന്നേക്കും നീ ഞങ്ങളോട് കോപിക്കരുതേ. തലമുറകളോളം നിന്റെ കോപം നിലനിർത്തരുതേ. നീ ഞങ്ങളിലേക്ക് തിരിയണമേ. ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളെ കാണിക്കണമേ. നിന്റെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ. കർത്താവായ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ. തൻ്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു. ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവൻ്റെ രക്ഷ സമീപസ്ഥമാണ്.
ദൈവമഹത്വം നാട്ടിൽ നിലനിൽക്കും. കൃപയും സത്യവും സന്ധിക്കും. ശാന്തിയും നീതിയും പരസ്പരം ആശ്ലേഷിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്ന് കടാക്ഷിക്കും. കർത്താവ് നന്മകൾ പ്രദാനം ചെയ്യും. ഭൂമി വിളവ് നൽകും. നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും. അവൻ്റെ വഴിച്ചാലുകൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും. സങ്കീർത്തനം 86. കർത്താവേ, ചെവി ചായ്ക്കണമേ, എനിക്കുത്തരമരുളണമേ. ഞാൻ അഗതിയും അവശനുമാകുന്നു. നീ നല്ലവനാകുന്നല്ലോ. എൻ്റെ ആത്മാവിനെ കാത്തു രക്ഷിക്കണമേ. ദൈവമേ, നിൻ്റെ ദാസനെ രക്ഷിക്കണമേ. നിന്നിൽ അവൻ സമാശ്രയിക്കുന്നു. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. എന്നെന്നും ഞാൻ നിന്നെ വിളിക്കുന്നു. നിൻ്റെ ദാസനെ ആനന്ദിപ്പിക്കണമേ. എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ പക്കലേക്ക് ഉയർത്തുന്നു. എന്തെന്നാൽ നീ നല്ലവനാണല്ലോ. നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിൻ്റെ കൃപാവരം സമൃദ്ധമാണ്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവി കൊള്ളണമേ. എൻ്റെ രോദന ശബ്ദം ശ്രവിക്കണമേ. ഞെരുക്കകാലത്ത് ഞാൻ നിന്നെ വിളിച്ചു. നീ എനിക്ക് ഉത്തരമരുളി. എൻ്റെ ദൈവമായ കർത്താവേ, നിനക്ക് തുല്യനായ ആരുമില്ല. നിൻ്റെ പ്രവൃത്തികൾ അതുല്യമല്ലോ. കർത്താവേ, നീ സൃഷ്ടിച്ച ജനപദങ്ങൾ നിന്നെ വന്ന് ആരാധിക്കും. നിൻ്റെ നാമം സ്തുതിക്കും. എന്തെന്നാൽ നീ വലിയവനാകുന്നു. നീ മാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകുന്നു. കർത്താവേ, നിൻ്റെ മാർഗം എന്നെ കാണിക്കണമേ. ഭയഭക്തിപൂർവം സത്യമാർഗത്തിൽ ഞാൻ ചരിക്കട്ടെ. തിരുനാമം ആദരിക്കുന്നവരിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, മുഴുഹൃദയത്തോടെ ഞാൻ നിന്നെ പുകഴ്ത്തും. നിൻ്റെ നാമം എന്നും സ്തുതിക്കും. നിൻ്റെ കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു. പാതാളത്തിൽ നിന്ന് നീ എന്നെ വീണ്ടെടുത്തു. ദൈവമേ, ദുഷ്ടന്മാർ എനിക്കെതിരായി നിരന്നു. ശക്തരുടെ സമൂഹം എൻ്റെ ജീവനെ തേടി. നിന്നെ അവർ സ്മരിച്ചില്ല. കർത്താവായ ദൈവമേ, നീ കാരുണ്യവാനും ദയാനിധിയുമാണ്. നീ ശാന്തശീലനാണ്. നിന്നിൽ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു. എന്നിലേക്ക് തിരിയണമേ. എന്നോട് കരുണ കാണിക്കണമേ. നിൻ്റെ ദാസന് ശക്തി നൽകണമേ. ദാസിയുടെ പുത്രനെ സംരക്ഷിക്കണമേ. കർത്താവേ, നീ എന്നെ സഹായിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നന്മയുടെ അടയാളം നീ എന്നിൽ പതിക്കണമേ. എൻ്റെ വിരോധികൾ അത് കണ്ട് ലജ്ജിക്കട്ടെ. ബാവായ്ക്കും പുത്രന് റുഹാദുദാശിക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓനി സാദാ സപ്ര. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. തന്നിൽ നിന്നു പരം രൂപം നേടിയവൾ ഹാവ എന്നാലും തൻ്റെ അകൃത്യം ഹാവായിൽ ആരോപിച്ചാനാദിനരൻ. ഇതിനൊരു ശാശ്വത പരിഹാരം മറിയം വഴി നാം നേടുകയാൽ അവളെന്നും ദരതൻ അഭിമാനം. ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മംഗലവാർത്തയുമായി മറിയത്തിനരികിൽ ദൂതൻ വന്നെത്തി. എളിയവളൊരു നിമിഷം കൊണ്ടഖിലേശൻ തൻ മാതാവായി. നരകുലരക്ഷകനീശൻ തൻ ദാസിയുമതുപോൽ ജനനിയുമായി. അവളെന്നും ദരതൻ അഭിമാനം. തേസ് ബഹുത സ്തുതി ഗീതം. കന്യക എന്നാൽ മാതൃജനത്തെ വെല്ലുന്നവളാമീശോമാതാ. ഉന്നതതാതൻ നിന്നിൽ പ്രീതൻ പുത്രൻ തൻ്റെ ഉത്തമഗേഹം. രണ്ടാമാദം വീടുന്ന പൂവനമല്ലോ കന്യാമറിയം. കത്തിജ്വലിക്കും സൂര്യനു തുല്യം ശോഭിക്കുന്നു പാവനമിഴികൾ. വാനിൽ നിന്നും ദൂതൻ ചൊന്ന വാണികൾ കേട്ട നിർമ്മലകർണം. ബാവായ്ക്കും തിരുസുതനും പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. കറുസൂസ.
നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയും പുത്രൻ്റെ മാതാവും റുഹാദുദാശിയുടെ ആലയവും എന്ന നിലയ്ക്ക് മറിയത്തെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെയും അലങ്കൃതയാക്കിയ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. തിരുസഭയിൽ സമുന്നതമായ സ്ഥാനം നൽകിക്കൊണ്ട് മറിയത്തെ സഭയുടെ മാതൃയാക്കി തീർത്ത ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിൻ്റെ സംഭാഷണത്തിലൂടെ ശമറിയക്കാരി സ്ത്രീക്ക് യഥാർത്ഥ ആരാധനയുടെ പൊരുളായും സ്റ്റീവായിൽ കിടന്നുകൊണ്ട് നല്ല കള്ളനെ പർദീസായുടെ മാധുര്യമായും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന കേപ്പാക്കി ദർശനത്തിലൂടെ വിജാതിയർക്കുള്ള രക്ഷയായും ശാവോലിനെ സ്വന്തമാക്കാൻ ആകാശത്തു നിന്നും വെളിച്ചമായും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ പൗത്രീകരിച്ച മധ്യാഹ്നത്തിൽ നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ.